താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. നവകേരള സദസ്സിന് ജില്ലാതിർത്തി മുതലുള്ള സ്വീകരണങ്ങൾക്കുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് സംഘാടകർ അറിയിച്ചു. നവകേരള സദസ്സിന് ജില്ലാതിർത്തി മുതലുള്ള സ്വീകരണങ്ങൾക്കുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് ചെയർമാൻ ജോസ് തെറ്റയിൽ, നോഡൽ ഓഫീസർ സുനിൽ മാത്യു, കൺവീനർ KK ഷിബു എന്നിവർ അഭിപ്രായപ്പെട്ടു. ഡിസംബർ 7 രാവിലെ 8:30 കറുകുറ്റി അറ്റ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ മുഖ്യമന്ത്രിയുടെ പ്രഭാത യോഗത്തോടെ നവകേരള സദസ്സിന്റെ പരിപാടികൾ ആരംഭിക്കും. നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനം പുതിയൊരു ചരിത്രം കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയായിട്ട് ജനാധിപത്യ സംവിധാനങ്ങൾക്ക് ആകെ തന്നെ മഹത്തായ ഒരു സന്ദേശം നൽകിക്കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള മന്ത്രിസഭ ഒന്നടങ്കം തങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള യജമാനന്മാരുടെ അടുത്തേക്ക് വരുന്ന ഒരു മഹാസംഭവമാണ് ഇപ്പോൾ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ യജമാനന്മാരെന്ന് പറയുന്നത് ജനങ്ങൾ തന്നെയാണ്. അവരെ കാണുന്നതിന് വേണ്ടി തൻ്റെ സേവകരെത്തുന്ന ഒരു മഹത്തായ ഒരു സംവിധാനം, ആ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ശോഭിതമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് സാക്ഷ്യം വഹിക്കാനാണ് നമ്മൾ ഡിസംബർ മാസം 7 വ്യാഴാഴ്ച 3 മണിക്ക് ഒരു ചരിത്ര സംഭവമായി അങ്കമാലിയിൽ മാറുകയാണ്. സെന്റ് ജോസഫ് സ്കൂൾ ഗ്രൗണ്ടിലാണ് 3 മണിക്ക് ആ ചടങ്ങ് അരങ്ങേറുന്നത്. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട ഏകദേശം 250 ആളുകളുമായി മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും ഉൾപ്പെടുന്ന സംഘം ചർച്ച നടത്തും. അങ്കമാലി, ആലുവ, പറവൂർ മണ്ഡലങ്ങളിൽ നിന്നുള്ളവരാണ് പ്രഭാത യോഗത്തിൽ പങ്കെടുക്കുന്നത്. അങ്കമാലി സെന്റ് ജോസഫ് ഗ്രൗണ്ടിൽ ഒരുക്കിയിട്ടുള്ള 21 കൌണ്ടറുകളിലായി രാവിലെ 11 മുതൽ 2 മണി വരെ, രാവിലെ 11 മണി മുതൽ 2 മണി വരെ ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കും. 1 മണി മുതൽ 3 മണി വരെ പ്രധാന വേദിയിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. 2:30 മുതൽ പ്രധാന വേദിയിൽ മന്ത്രിമാരും മുഖ്യമന്ത്രിയും 10,000-ലേറെ ജനങ്ങളുമായി സംവദിക്കും. പൊതുസമൂഹത്തിന് സദസ്സിൽ പങ്കെടുക്കുന്നതിനായി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് KSRTC ബസ് സർവീസുകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും സംഘാടകർ അറിയിച്ചു. സംസ്ഥാനത്തെ നമ്മുടെ മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും അടങ്ങുന്ന ഗവൺമെന്റ് നവകേരള സദസ്സിന്റെ ഭാഗമായി അങ്കമാലിയിൽ ഡിസംബർ 7 വൈകിട്ട് 3 മണിക്ക് എത്തിച്ചേരുകയാണ്. കഴിഞ്ഞ നവംബർ മാസം 18 കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഉദ്ഘാടനം ചെയ്തത് കാസർഗോഡ് ജില്ലയും കണ്ണൂരും കോഴിക്കോടും പാലക്കാടും മലപ്പുറവും ഇന്ന് തൃശ്ശൂരും അതിൻ്റെ നവകേരള സദസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയിലാണ് ഇപ്പോൾ 7 നമ്മുടെ മണ്ഡലത്തിൽ നവകേരള സദസ്സ് വെച്ചിട്ടുള്ളത്. 6 വൈകിട്ട് 8 മണിയോടുകൂടി അഡലക്സ് കൺവെൻഷൻ സെൻറ്ററിൽ നവകേരള യാത്ര എത്തിച്ചേരും. അന്നേ ദിവസം അവിടെ താമസിച്ച് പിറ്റേ ദിവസം രാവിലെ പ്രഭാത ഭക്ഷണവും അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളുമായിട്ടുള്ള ചർച്ചയുമാണ് അതിൻ്റെ ഭാഗമായി നടക്കുന്നത്. അത് രാവിലെ 9 മണി മുതൽ 11 മണി വരെയാണ് ആ ചടങ്ങ് അഡലക്സ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടുള്ളത്. അതിനുശേഷം ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് അങ്കമാലി സെന്റ് ജോസഫ് സ്കൂളിൽ വെച്ച് നവകേരള സദസ്സ് അതിൻ്റെ പൊതുസമ്മേളനം ചേരുന്നത്.